ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനമായ ഇന്ന് ശങ്കരാചാര്യർക്കും വില്ലുമംഗലം സ്വാമിക്കും ശ്രീകൃഷ്ണൻ വിശ്വപുര ദർശനം നൽകിയത് ഏകാദശി ദിവസമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഇന്ന് വിപുലമായ തയ്യാറെടുപ്പുകളാണ് ഗുരുവായൂരിൽ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ദിവസമായ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി 10,000-കണക്കിന് ഭക്തർ ഗുരുവായൂരിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഗുരുവായൂരിൽ നിന്നും വിവരങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, എത്തരത്തിലാണ് അവിടുത്തെ വിശേഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെ? ഭക്തജനത്തിരക്ക് ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ടോ? സംഗീത, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ പുലർച്ചെ 3 മണി മുതൽ ഗുരുവായൂർ ഏകാദശി ദർശനത്തിന് വേണ്ടി നട തുറന്നിരുന്നു. ആ നട തുറന്ന സമയം മുതൽ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇതിനോടകം തന്നെ 10,000-കണക്കിന് ആളുകൾ കാത്തിരുന്ന് ദർശനം നടത്തി. ഗുരുവായൂർ ഏകാദശി എന്നുള്ളത് നമുക്കറിയാം, ചരിത്രപ്രസിദ്ധമായി ക്ഷേത്രവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഏകാദശി വ്രതമെടുത്ത് നോമ്പ് നോറ്റ് ഈ ഭഗവാനെ തൊഴാനെത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നുമൊക്കെ 10,000-കണക്കിന് ഭക്തരാണ് എത്തുന്നത്. ഏകാദശി ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകാദശി ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് 2 തരത്തിലാണ്. ഒന്ന് ഗീതാദിനമായും അതോടൊപ്പം തന്നെ പ്രതിഷ്ഠാദിനമായും ഗുരുവായൂരിൽ ഏകാദശി ദിവസം ആചരിക്കുന്നു എന്നുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ ദേവപ്രതിഷ്ഠ നടന്നത് ഏകാദശി ദിവസമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സങ്കല്പം. അതോടൊപ്പം തന്നെയാണ് ഗീതാദിനം. അതായത് മഹാഭാരത യുദ്ധസമയത്ത് ശത്രുപക്ഷത്ത് നിൽക്കുന്ന തൻ്റെ ബന്ധുക്കളെ കണ്ട് തേരിൽ തളർന്നിരുന്നു പോയ അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം കൊടുത്തത് ഇന്നാണ് എന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു. അത്തരത്തിൽ അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടന്നത് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തി എന്നുള്ളതൊരു സങ്കല്പമുണ്ട്. അത്തരത്തിൽ മറ്റൊരു സങ്കല്പമുള്ളത് കേരളത്തിലെ പ്രശസ്ത ഹിന്ദു സന്യാസിമാരായിരുന്ന അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ആദിശങ്കരനും കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ നടത്തിയ വില്ലുമംഗലം സ്വാമിക്കുമൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദർശനം കൊടുത്തത് ഇതേ ദിവസമാണെന്നുള്ള വിശ്വാസമുണ്ട്. ഏതായാലും അത്തരത്തിൽ വിപുലമായ വിശ്വാസങ്ങൾ ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഏകാദശി ദിവസവുമായി ബന്ധപ്പെട്ടുമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന് പ്രത്യേകത കണക്കാക്കി 10,000-കണക്കിന് ക്ഷേത്രത്തിലേക്ക് ഭക്തരാണ് എത്തുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ വി കെ വിജയനുണ്ട് നമ്മളോടൊപ്പം സംസാരിക്കുക. അദ്ദേഹം ഈ ഏകാദശിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കി വലിയ തിരക്കുകളാണ് അനുഭവപ്പെടുന്നത് അല്ലേ? ശരിക്കും സാധാരണ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ തന്നെ ഈ ഏകാദശി വിളക്ക് തൊഴാനുള്ള ആൾക്കാരുടെ ക്യൂ അങ്ങ് കൗസ്തുവമൊക്കെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ വളരെ നല്ല ഗൃഹപാഠം ചെയ്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിവിധ പോയിന്റുകളിൽ ഡെപ്യൂട്ട് ചെയ്ത് നല്ല രീതിയിൽ തൊഴാനുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആരുടെ ഭാഗത്തുനിന്നും ഇതുവരെ പരാതിയോ അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അകത്ത് എത്തിയവർ പുറത്തേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള ആ ഒരു ഇതാണ് ഇപ്പം കാണുന്നത്. മാത്രം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. എന്തായാലും ഒരു 75,000-ഓളം ആൾക്കാരെങ്കിലും എന്തായാലും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 8:45 ഞങ്ങൾ ഭക്ഷണം വിതരണം ചെയ്തു തുടങ്ങും. ഉച്ചയ്ക്ക് 2 മണി വരെ ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും ഭക്ഷണം ചെയ്യും. 2 മണിക്ക് ക്യൂ ക്ലോസ് ചെയ്യും. എങ്കിലും പിന്നീട് വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കില്ല എന്നല്ല, പക്ഷേ അത് നമ്മളുടെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും ഭക്ഷണം കൊടുക്കുക. എന്തായാലും ഇവിടെ ഗുരുവായൂരിൽ വന്നിട്ട് കണ്ണനെ കാണാൻ വന്നവരാരും പട്ടിണി കിടക്കരുത് എന്നുള്ള ആ രീതിയിൽ ഞങ്ങളെല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെല്ലാ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുമൊക്കെ നല്ല സഹകരണമുണ്ട് എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമാണ്, ഏറ്റവും സന്തോഷകരമാണ്. ഗുരുവായൂർ ഏകാദശി എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്കൊന്ന് ചുരുങ്ങിയ വാക്കുകളിലൊന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച്, ഗുരുവായൂരിനെക്കുറിച്ച് തന്നെ സാധാരണ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളുമൊക്കെയാണ് നമ്മൾ കേട്ടുവരുന്നത്. ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാദിനമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം എന്ത് ചെയ്യുന്നു, ഭക്തജനങ്ങൾ ഒഴുകി ഇവിടെ എത്തുന്നു. പിന്നെ ഗീത
ഉപദേശിച്ചു കൊടുത്ത ദിവസമാണ് എന്നുള്ളൊരു വിശ്വാസം ഭക്തജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസം ഗീതാപാരായണം, മറ്റ് നാമസങ്കീർത്തനം, അതിലൊക്കെ മുഴുകി ഭക്തജനങ്ങൾ പഴയ കാലത്തൊക്കെയാണ് ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ടാണ്. പക്ഷേ ഇപ്പോഴ് നമ്മളെന്ത് ചെയ്യുന്നു, വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ ഏകാദശിയുടെ ആ ഒരു ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ഗുരുവായൂരിൽ ഏകാദശിയോടനുബന്ധിച്ച ഭക്തി മുഖരിതമായ സാഹചര്യമാണ്. ലെവിൻ കെ വിജയനാണ് അവിടെ നിന്ന് വിശദമായ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചുകൊണ്ടിരുന്നത്.